നമസ്തേ. ഭാരതം അതിവേഗം ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളരുമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭരണഘടനയ്ക്കെതിരായ ഏറ്റവും വലിയ അക്രമമായിരുന്നു അടിയന്തരാവസ്ഥയെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. പാർലമെന്റ് മന്ദിരത്തിലെ ചെങ്കോലിനെ അപമാനിച്ച് ഇന്ത്യ മുന്നണി. ചെങ്കോൽ പാർലമെന്റിൽ നിന്നും എടുത്തു മാറ്റണമെന്ന് പ്രതിപക്ഷം. ചെങ്കോൽ വിവാദത്തിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് BJP വക്താവ് CR കേശവൻ. ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷനെതിരെ ശക്തമായ സമരം സംഘടിപ്പിച്ച ABVP. ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലായ 6 ഭാരതീയ മത്സ്യത്തൊഴിലാളികൾ ശിക്ഷിക്കപ്പെട്ടുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. 34 പേർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. റിമാൻഡിൽ വെള്ളം കലർന്ന ഡീസൽ നൽകിയ പെട്രോൾ പമ്പിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സൂപ്പർഫാസ്റ്റ് നടപടി. വാട്സപ്പിൽ നൽകിയ പരാതിക്ക് 48 മണിക്കൂറിനകം പ്രശ്നപരിഹാരം. മഹാഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭാരതം അതിവേഗം ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളരുമെന്ന് നയപ്രഖ്യാപനം പ്രസംഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ജനങ്ങൾ മൂന്നാമതും മോദി സർക്കാരിൽ വിശ്വാസമർപ്പിച്ചു. സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ശക്തമായി തുടരുമെന്നും ഭരണഘടനയ്ക്കെതിരായ ഏറ്റവും വലിയ അക്രമമായിരുന്നു അടിയന്തരാവസ്ഥയെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ചേർന്നാണ് പാർലമെന്റിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പിൽ ജമ്മു കശ്മീരിലെ ഉയർന്ന വോട്ടിംഗ് ശതമാനവും വനിതാ പങ്കാളിത്തവും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ചരിത്രത്തിൽ ഇടം നേടും. നിലവിൽ ലോകത്തിൽ 5ാമത്തെ സാമ്പത്തിക ശക്തിയായ ഭാരതം അതിവേഗം മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളരുമെന്നും ഐതിഹാസികമായ തീരുമാനങ്ങൾ ഈ സർക്കാരിന്റെ കാലത്തുണ്ടാകുമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. मेरी सरकार ने 10 वर्षों से सेवा और सुशासन का जो मिशन चलाया है, ये उस पर मुहर है. ये जनादेश है कि भारत की विकसित बनाने का काम बिना रुके चलता रहे और भारत अपने लक्ष्यों की प्राप्ति करते रहे. इस बजट में बड़े आर्थिक और सामाजिक निर्णयों के साथ ही अनेक ऐतिहासिक कदम भी देखने को मिलेंगे. भारत के तेज विकास की जन आकांक्षाओं का पूरा करने के लिए रिफॉर्म्स की गति अब और तेज की जाएगी. വടക്കുകിഴക്കൻ മേഖലയിൽ ഉൾപ്പെടെ സമാധാനം ഉറപ്പാക്കാനും വികസന പദ്ധതികൾ നടപ്പാക്കാനും സർക്കാരിന് സാധിച്ചു. ആഗോള പ്രശ്നങ്ങളിൽ പോലും പരിഹാരം കാണാനുള്ള ശക്തിയാക്കി ഭാരതത്തെ മാറ്റി. കൃഷി, വ്യോമയാനം, IT, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ വികസനം കൊണ്ടുവരാൻ സർക്കാരിനായെന്നും വിവിധ പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. वंदे मेट्रो जैसे कई योजनाएं पर काम चल रही है. भारत का पब्लिक ट्रांसपोर्ट दुनिया में बेहतरीन हो, इस लक्ष्य के साथ मेरी सरकार काम कर रही है. माननीय सदस्यगण, मेरा सरकार इन आधुनिक मापदंड पर काम कर रही है जिससे भारत विकसित देश के सामने बराबरी से खड़े हो सके. इंफ्रास्ट्रक्चर का विकास इस दिशा में बदलते भारत की नई तस्वीर के रूप में उभारा है. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തി. ക്രമക്കേടുകളിൽ കർശന നടപടിയുണ്ടാകുമെന്നും രാഷ്ട്രപതി ഉറപ്പ് നൽകി. നിരവധി പേർക്ക് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ പൗരത്വം ലഭിച്ചു. അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിലെ ഇരുണ്ട കാലമായിരുന്നുവെന്നും ഭരണഘടനയ്ക്കെതിരെ നടന്ന ഏറ്റവും വലിയ അക്രമമാണ് അടിയന്തരാവസ്ഥയെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തമാക്കി. ജനം, ഡൽഹി. കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹി നിന്നും S. നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തമാക്കിയത്? സുരേഷ്, കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളൊപ്പം അടുത്ത 5 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാരിൻ്റെ യാത്ര അതെങ്ങോട്ടാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചികയായിരുന്നു ഇന്ന് ദ്രൗപദി മുർമു പ്രസിഡന്റ് ലോക്സഭയിൽ നടത്തിയ പ്രസംഗം.
അതിൽ പ്രധാനമായും സൂചിപ്പിച്ചത് ആദ്യം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരമേൽക്കുന്നത് ചരിത്ര സംഭവമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ദ്രൗപദി മുർമു ഈ നയപ്രഖ്യാപന പ്രസംഗം തന്നെ തുടങ്ങിയത്. മാത്രമല്ല, ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ പങ്കാളികളായ മുഴുവൻ ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിയതിനൊപ്പം തന്നെ ജമ്മു കാശ്മീരിലടക്കം വനിതകളുടെ ഒരു വലിയ സാന്നിധ്യം, അല്ലെങ്കിൽ വനിതകളുടെ ഈ വോട്ടിംഗ് മേഖലയിലേക്ക്, അല്ലെങ്കിൽ വോട്ടിംഗ് രംഗത്ത് വനിതകൾ നടത്തിയ ഒരു വലിയ മുന്നേറ്റം, വനിതാ പ്രാതിനിധ്യമൊക്കെ തന്നെ അത് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയം. മാത്രമല്ല, അടുത്ത 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ എങ്ങനെയാണ് യാത്ര എന്നുള്ളതാണ് പ്രധാനമായും ഈ ഒരു നയപ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആയുഷ്മാൻ ഭാരത് പദ്ധതി തന്നെ. അതായത് 70 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആൾക്കാർക്കും സൗജന്യ ചികിത്സാ പദ്ധതി, പ്രത്യേകിച്ച് കേരളമടക്കമുള്ള മുഴുവൻ സംസ്ഥാനങ്ങൾക്കും അത് പ്രയോജനം ചെയ്യും. ആയുർദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനങ്ങൾ, മാത്രമല്ല ഈ ഹോസ്പിറ്റൽ ബില്ലുകൾ അടച്ച് നടുവൊടിയുന്ന, അല്ലെങ്കിൽ ആരോഗ്യരംഗത്തിന് കൂടുതൽ പൈസ നീക്കിവെക്കേണ്ട സാഹചര്യങ്ങളുള്ള സംസ്ഥാനങ്ങൾ, അവിടെയൊക്കെ വലിയ ഗുണകരമായി വരുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആ പദ്ധതി അടുത്ത 5 വർഷക്കാലം അത് ഭാരതത്തിൻ്റെ ആരോഗ്യരംഗത്ത് വലിയ ഒരു നേട്ടം കൈവരിക്കുമെന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സമഗ്രമായ ഒരു മാറ്റം അടുത്ത 5 വർഷക്കാലം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രസിഡന്റിൻ്റെ നയപ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് നിലവിൽ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി നിൽക്കുന്ന ഭാരതം 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു. അതിന് ഉതകുന്ന രീതിയിലുള്ള പദ്ധതികൾ ഇതിനോടകം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി അതിൻ്റെ തുടക്കങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായി. ഇനി അതിൻ്റെ ഒരു തുടർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് വ്യോമയാന രംഗം, അതേപോലെ തന്നെ മറ്റ് ഇലക്ട്രോണിക് മേഖലകൾ, കൃഷിരംഗം, കാർഷിക മേഖലയിലൊക്കെ തന്നെ വളരെ വിപ്ലവകരമായ മാറ്റമുണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് പ്രസിഡന്റിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് സേവന മേഖല, അതേപോലെ തന്നെ കാർഷിക മേഖല, ഇലക്ട്രോണിക് മേഖല, ഈ മേഖലകളിലൊക്കെ തന്നെ ഊന്നിയുള്ള ഒരു പരിവർത്തനം തന്നെയാകും ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ദ്രൗപദി മുർമു ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ നന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഈ ജനക്ഷേമ പദ്ധതികളിലൂടെയാണ് ജനമനസ്സുകൾ നരേന്ദ്രമോദി സർക്കാർ കീഴടക്കിയിരുന്നത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് മൂന്നാമതും നരേന്ദ്രമോദിയെ ഭരണത്തിലേറ്റിയത് ജനങ്ങൾ എന്ന് ദ്രൗപദി മുർമു വ്യക്തമാക്കിയുണ്ടായി. അതോടൊപ്പം തന്നെ ഇനി വരുന്ന 5 വർഷം ഏത് തരത്തിലായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ, മൂന്നാമത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തികവും ഭരണ മികവും, അതിനുള്ള ഒരു ചൂണ്ടുപലക അത് ഏത് തരത്തിലായിരിക്കുമെന്ന് കൃത്യമായും വ്യക്തമായും വിശദീകരിക്കുകയായിരുന്നു രാഷ്ട്രപതി, അല്ലേ? തീർച്ചയായിട്ടും സാമ്പത്തിക നയം തന്നെ അത് സേവന മേഖലയിലും അതേപോലെ തന്നെ കാർഷിക മേഖലയിലും ഊന്നിയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കി. കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകരാജ്യങ്ങളുടെ തീന്മേശയിൽ ഭാരതത്തിൻ്റെ ഒരു ഉൽപ്പന്നമെങ്കിലും എത്തിക്കുക എന്നുള്ളത്. അതായത് കാർഷിക മേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ട് അടുത്ത 5 വർഷക്കാലം വളരെ വിപ്ലവകരമായ ഒരു മാറ്റം സൃഷ്ടിക്കുകയാണ് ഭാരതം ഉദ്ദേശിക്കുന്നത്. 2047 ആകുമ്പോഴത്തേക്കും ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ളത് മാറി ഡെവലപ്ഡ് കൺട്രി എന്നുള്ള നിലയിലേക്ക് ഭാരതം ഉയർത്തെഴുന്നേൽക്കുക, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പരിവർത്തനം ആ മേഖലയിലേക്ക് മാറ്റുക. അത് കൃത്യമായി തന്നെ രാഷ്ട്രപതി അത് സൂചിപ്പിച്ചു. അത് കാർഷിക മേഖലയിലൂടെയും അതേപോലെ തന്നെ സേവന മേഖലയിലൂടെയും ഒക്കെ ഊന്നിയായിരിക്കും ആ ഒരു നേട്ടം കൈവരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സാമ്പത്തിക നയം, അടുത്ത 5 വർഷക്കാലത്തെ സാമ്പത്തിക നയം അത് കാർഷിക രംഗത്തെയും അതേപോലെ തന്നെ സേവന മേഖലയും ഒക്കെ തന്നെ ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായും രാഷ്ട്രപതി സൂചിപ്പിച്ചത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് വൈമാനിക രംഗത്താണെങ്കിലും അതേപോലെ തന്നെ ഇലക്ട്രോണിക് മേഖലയിലാണെങ്കിലും സെമി കണ്ടക്ടറിലാണെങ്കിലും ഇതെല്ലാം ഭാരതം ഇതിനോടകം തന്നെ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത 5 വർഷക്കാലം അത് ഭാരതത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കുവാനുള്ള ഒരു തേരോട്ടമായിരിക്കും. ആ തേരോട്ടം അത് പല രീതിയിലും ഭാരതത്തിലെ ജനങ്ങൾക്ക്, അതായത് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലടക്കം വലിയ ഉത്തേജനം നൽകുമെന്നുള്ളതാണ് പ്രധാനമായും രാഷ്ട്രപതി സൂചിപ്പിച്ചത്. ഒപ്പം തന്നെ ഗ്രാമീണ മേഖലയിൽ ഇതിനോടകം തന്നെ ഏതാണ്ട് 25 ലക്ഷം പേർക്ക് അവരെ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കി എന്നുള്ളതാണ്. 25 ലക്ഷത്തിലധികം ആൾക്കാരെ പൂർണ്ണമായും ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കി എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിച്ചത്. ഒപ്പം തന്നെ ഗ്രാമീണ മേഖലയിലടക്കം വലിയ രീതിയിൽ ഇൻ്റർനെറ്റ് മേഖലയിലാണെങ്കിലും ബാങ്കിങ് മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ ഭാരതം ഇതിനോടകം തന്നെ വലിയ മാറ്റങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത 5 വർഷക്കാലം അത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതത്തെ 3ാമത് സാമ്പത്തിക ശക്തിയാക്കി മാറ്റുവാനുള്ളതും മാത്രമല്ല അമൃതകാലം എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ 2047 എത്തുമ്പോൾ അവിടെ ഭാരതം പൂർണ്ണമായും ഒരു സ്വതന്ത്രമായി, അല്ലെങ്കിൽ എല്ലാ രീതിയിലും എല്ലാ മേഖലയിലും സ്വതന്ത്രമായി ഭാരതം കൈവരിച്ച, അല്ലെങ്കിൽ എല്ലാ മേഖലയിലും ഒരു പരിവർത്തനം ഉണ്ടായ ഒരു വർഷമാകും. ഭാരതം അന്ന് വികസനത്തിൻ്റെ അല്ലെങ്കിൽ വികസിത രാഷ്ട്രമാകും
ദശയിലാകുമെന്നുള്ളതാണ് പ്രധാനമായും രാഷ്ട്രപതി സൂചിപ്പിച്ചത്. അങ്ങനെ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ 5 വർഷക്കാലത്തെ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ദിശ എങ്ങോട്ടാകും, അല്ലെങ്കിൽ ഏത് മേഖലയിലായിരിക്കും കൂടുതൽ വികസനങ്ങൾ, നിർമ്മാണം, അതേപോലെ തന്നെ ഈ സേവന മേഖല, അതേപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടർ, ഇങ്ങനെ 3 മേഖലയിൽ ഊന്നിയുള്ള ഒരു വികസനത്തിൻ്റെ തേരോട്ടമായിരിക്കും ഭാരതത്തിൽ അടുത്ത 5 വർഷക്കാലം എന്നുള്ളതാണ് പ്രധാനമായും ഇന്ന് രാഷ്ട്രപതി നയപ്രഖ്യാപനത്തിൽ സൂചിപ്പിച്ചത്. ഒപ്പം തന്നെ മുഴുവൻ അംഗങ്ങളുടെയും ഒരു സഹകരണവും ഈ രാഷ്ട്രപതി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് ഭാരതത്തെ ഒരു ലോകരാഷ്ട്രങ്ങൾക്കിടയിലേക്ക് വിശ്വഗുരു എന്ന സ്ഥാനത്തേക്ക് ഇതിനോടകം തന്നെ ഭാരതം പ്രതിഷ്ഠമായി. പ്രത്യേകിച്ച് യോഗയടക്കമുള്ള ഭാരതത്തിൻ്റെ ആചാരങ്ങൾ ഈ ലോകരാഷ്ട്രങ്ങൾ ഏറ്റെടുത്ത സാഹചര്യമടക്കം പ്രസിഡന്റ് എന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴും G20 അടക്കം ഭാരതം അവിടെ വലിയ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചു. ഭാരതം G20ക്ക് ഈ മറ്റ് രാഷ്ട്രങ്ങൾക്ക് ആതിഥേയം വഹിച്ചപ്പോൾ അവിടെയുണ്ടായ ഭാരതത്തിൻ്റെ നേട്ടം എന്തൊക്കെയാണ് എന്നുള്ളത് രാഷ്ട്രപതി ഇന്നത്തെ നയപ്രഖ്യാപനത്തിൽ സൂചിപ്പിച്ചു എന്നുള്ളതാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അത് ഇനി ഏത് ദിശയിലാകുമെന്നുള്ള വളരെ കൃത്യമായൊരു രൂപരേഖ തന്നെയായിരുന്നു ഇന്ന് പാർലമെൻറ്റിൽ ദ്രൗപദി മുർമു രാഷ്ട്രപതി നടത്തിയ നയപ്രഖ്യാപനം. സുരേഷ്. ശരി, എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. അടിയന്തരാവസ്ഥ കറുത്ത അധ്യായമെന്ന് പരാമർശിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായിരുന്നു അടിയന്തരാവസ്ഥ. രാജ്യത്തിന്റെ ആത്മാവിലെ ദേശീയത അടിയന്തരാവസ്ഥയെ ജയിച്ചു വന്നു എന്നും രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് ദ്രൗപദി മുർമു അടിയന്തരാവസ്ഥ സംബന്ധിച്ച് പരാമർശിച്ചത്. രാജ്യചരിത്രത്തിലെ കറുത്ത നാളുകളാണ് അടിയന്തരാവസ്ഥ. ജനാധിപത്യത്തിനുമേൽ നേരിട്ടുള്ള ആക്രമണമായിരുന്നു അന്ന് നടന്നത്. ആത്മാവിലെ ദേശീയതയുടെ ശക്തിയിൽ രാജ്യം ആ കറുത്ത കാലത്തെ ജയിച്ചുവന്നുവെന്നും അവർ പറഞ്ഞു. 27 जून है, 25 जून 1975 को लागू हुआ आपातकाल संविधान पर सीधे हमले का सबसे बड़ा और काला अध्याय था. तो पूरे देश में हाहाकार मच गया था, लेकिन ऐसी असंवैधानिक ताकतों पर देश ने विजय प्राप्त करके दिखाया, क्योंकि भारत के मूल में गणतंत्र की परंपराएं रही है. मेरी सरकार भी भारत के संविधान को सिर्फ राजकाज का माध्यम भर नहीं मानती, बल्कि हमारा संविधान जन चेतना का हिस्सा हो, इसके लिए हम प्रयास कर रहे हैं. മന്ത്രിസഭ പോലും അറിയാതെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയത്. അർദ്ധരാത്രി മുൻപിൻ നോക്കാതെ ഇന്ദിരയുടെ നിർദ്ദേശത്തിനനുസരിച്ച് അന്നത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. ബാത്ത് ടബിൽ കിടന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന പരിഹാസം അന്ന് മാധ്യമങ്ങൾ നിരത്തുകയും ചെയ്തു. ശങ്കേഴ്സ് വീക്കിലിയിലാണ് ആ കാർട്ടൂൺ അച്ചടിച്ചു വന്നത്. ജനാധിപത്യം അടിസ്ഥാനശിലയായ ഭരണഘടന നിശബ്ദമാക്കപ്പെടുമ്പോൾ പ്രതികരിക്കാതിരുന്ന പ്രസിഡന്റ് എന്ന ആക്ഷേപത്തിൽ നിന്നും കാലത്തിന്റെ മാറ്റത്തിന് സാക്ഷിയായി ദ്രൗപദി മുർമുവിന്റെ വാക്കുകൾ. പ്രസംഗത്തിൽ അടിയന്തരാവസ്ഥ പരാമർശിച്ച് ഭരണഘടനയുടെ അന്തിമ സംരക്ഷകയാണെന്ന് തെളിയിക്കുക കൂടിയായിരുന്നു രാഷ്ട്രപതി. നാഷണൽ ഡെസ്ക്, ജനം. പാർലമെന്റ് മന്ദിരത്തിലെ ചെങ്കോലിനെ അപമാനിച്ച് ഇന്ത്യ മുന്നണി. ചെങ്കോൽ പാർലമെന്റിൽ നിന്നും എടുത്തു മാറ്റണമെന്ന പ്രതിപക്ഷം. ചെങ്കോൽ മ്യൂസിയത്തിലേക്ക് മാറ്റണമെന്ന് SP, RJD MPമാരും രംഗത്തെത്തി. സമാജ്വാദി പാർട്ടി MP RK ചൗധരിയാണ് വിവാദത്തിന് തുടക്കമിട്ടത്. ചെങ്കോൽ രാജാധികാരത്തിന്റെ ഭാഗമാണെന്നും അത് പാർലമെന്റിൽ നിന്നും ഒഴിവാക്കി മ്യൂസിയത്തിലേക്ക് മാറ്റണമെന്നും ചൗധരി ആവശ്യപ്പെട്ടു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും RJD MP മിസ ഭാരതിയും കോൺഗ്രസ് നേതാക്കളും ഇതിനെ പിന്താങ്ങി. They boycotted this installation of the Senghor and also the inaugural of the new parliament building, very clearly showing their attitude towards our parampara and culture. And today you see this reckless and outrageous statement of the Samajwadi Party MP. As I said, he has demeaned the Shaivite Mutt, undermined the sanctity of parliament and also attacked our Tamil culture. This is very wrong. I think first the Indie leader should condemn his despicable statement. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചെങ്കോൽ അഥവാ ധർമ്മദണ്ഡ് ലോക്സഭയിൽ സ്ഥാപിച്ചത്. 1947 ബ്രിട്ടീഷുകാർ ഭാരതം വിടുമ്പോൾ അധികാര കൈമാറ്റത്തിന്റെ ഭാഗമായി ചെങ്കോൽ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റുവിന് കൈമാറി. എന്നാൽ നെഹ്റു പിന്നീട് ഈ ചെങ്കോൽ പ്രയാഗ്രാജിലെ മ്യൂസിയത്തിൽ തള്ളി.
അവിടെ പൊടി പിടിച്ചു കിടന്ന ധർമ്മദണ്ഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സ്പീക്കറുടെ ഇരിപ്പിടത്തിനരികെ സ്ഥാപിച്ചത്. 16-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ ശൈവമഠമായ തിരുവാവാടത്തുറൈ അധീനം നിർമ്മിച്ചതാണ് ഈ ചെങ്കോൽ. ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമായ ചെങ്കോലിൽ സെമ്മൈ എന്നാണ് എഴുതിയിരിക്കുന്നത്. അധികാര നടത്തിപ്പ് നീതിയും ന്യായവും അടിസ്ഥാനമാക്കി വേണം എന്നതാണ് സെമ്മയുടെ അർത്ഥം. ജനം, ഡൽഹി. ചെങ്കോൽ വിവാദത്തിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് BJP വക്താവ് CR കേശവൻ. കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന പ്രസ്താവനയാണ് പ്രതിപക്ഷം നടത്തുന്നത്. പാർലമെന്റ് പവിത്രതയെ നശിപ്പിക്കുന്നതാണ് ഇത്തരം പ്രസ്താവനയെന്നും കേശവൻ പ്രതികരിച്ചു. 1947 അധികാര കൈമാറ്റം ചെങ്കോൽ കൈമാറി നടത്താൻ നെഹ്റുവിനെ ഉപദേശിച്ച രാജഗോപാലാചാരിയുടെ ചെറുമകനാണ് CR കേശവൻ. They boycotted this installation of the Senghor and also the inaugural of the new parliament building, very clearly showing their attitude towards our parampara and culture. And today you see this reckless and outrageous statement of the Samajwadi Party MP. As I said, he has demeaned the Shaivite Mutt, undermined the sanctity of parliament and also attacked our Tamil culture. This is very wrong. I think first the Indie leader should condemn his despicable statement. And രാഷ്ട്രപതിയുടെ അടിയന്തരാവസ്ഥ സംബന്ധിച്ച പരാമർശം കോൺഗ്രസ് നേതാക്കളെ അസ്വസ്ഥരാക്കുന്നു. 49 വർഷത്തിനു ശേഷം ഇക്കാര്യം ഉന്നയിക്കുന്നതിനെന്തിനെന്ന് ശശി തരൂർ. കോൺഗ്രസ് നേതാക്കൾ എല്ലാം തന്നെ അടിയന്തരാവസ്ഥ വിഷയം പ്രസിഡന്റ് പാർലമെന്റിൽ ഉന്നയിച്ചതിനെ വിമർശിക്കുന്നുണ്ട്. सरकारी भाषण दे दिए तो नॉर्मल है. सरकार के ही सारे मुद्दे वो लोग आगे बढ़ाने का कोशिश में होंगे. लेकिन इस समय 49 साल के बाद ये जो इमरजेंसी के बाद जिक्र किया, मेरे ख्याल में कोई लॉजिक नहीं था उस विषय पे. आज के मुद्दे के बारे में बोलना चाहिए था. हम नीट परीक्षा के बारे में कुछ नहीं सुना. ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷനെതിരെ ശക്തമായ സമരം സംഘടിപ്പിച്ച് ABVP. ഹോസ്റ്റൽ പ്രവേശനം, യാത്രാ പ്രശ്നം തുടങ്ങി സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന സുപ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു സമരം. അതോടൊപ്പം ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആശിഷ് കുമാർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹി സർവകലാശാല ഡീൻ ഓഫ് സ്റ്റുഡൻസ് വെൽഫെയർ പ്രൊഫസർ രഞ്ജൻ ത്രിപാഠിയെ സന്ദർശിച്ച് നിവേദനം നൽകി. ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലായ 6 ഭാരതീയ മത്സ്യത്തൊഴിലാളികൾ ശിക്ഷിക്കപ്പെട്ടുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. 34 പേർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിലാണ്. ഇവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുവെന്നും വിദേശകാര്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കി. ഇന്ദിരാഗാന്ധി സർക്കാർ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്ത കച്ചിത്തീവ് ദ്വീപുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. 1974 ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. തുടർന്ന് ദ്വീപിന് 12 നോട്ടിക്കൽ മൈൽ അതിർത്തിയിലെത്തുന്ന മീൻപിടുത്ത തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്നത് പതിവായി. ഇത്തരത്തിൽ അറസ്റ്റിലായ 6 പേരാണ് ശിക്ഷ അനുഭവിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. 34 മീൻപിടുത്ത തൊഴിലാളികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഇവരുടെ തിരിച്ചുവരവ് സാധ്യമാക്കുന്നതിന് കഠിന ശ്രമങ്ങൾ വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നുണ്ട്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് അയച്ച കത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നാഷണൽ ഡെസ്ക്, ജനം. വെള്ളം കലർന്ന ഡീസൽ നൽകിയ പെട്രോൾ പമ്പിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സൂപ്പർ ഫാസ്റ്റ് നടപടി. വാട്സാപ്പിൽ നൽകിയ പരാതിക്ക് 48 മണിക്കൂറിനകം പ്രശ്നപരിഹാരം. ദ്രുതഗതിയിലാണ് പമ്പിനെതിരെ നടപടിയും പരാതിക്കാരന് നഷ്ടപരിഹാരവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയത്. ജൂൺ 17 പാലാ സ്വദേശി ജിജു കുര്യന് കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പമ്പിൽ നിന്ന് വെള്ളം കലർന്ന ഡീസൽ ലഭിച്ചത്. കോർപ്പറേഷൻ അധികൃതർ പ്രതികരിക്കാതെ ആയതോടെ കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അവധി ദിവസമായിട്ട് കൂടി 24 മണിക്കൂറിനുള്ളിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്ന് അന്വേഷണമെത്തി. പമ്പിലെ വിൽപ്പന നിർത്തിവെക്കാനും പരിശോധന നടത്താനും നിർദ്ദേശം നൽകി. പിന്നാലെ കാറിന്റെ തകരാർ പരിഹരിക്കാൻ ചെലവായ 9,894 രൂപ പമ്പ് ഡീലറുടെ അക്കൗണ്ടിൽ നിന്ന് കാറുടമയുടെ കൈകളിലുമെത്തി. സത്യത്തിൽ ഈ ഞായറാഴ്ചത്തെ ഇങ്ങോട്ട് ഫോൺ കോളും തിങ്കളാഴ്ച പ്രശ്നം പരിഹരിച്ചുകൊണ്ടുള്ള ഒരു റിപ്ലൈയും ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഇത്രയും വേഗത്തിൽ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ പ്രതികരിക്കുമോ എന്ന സംശയമുണ്ടായി. ഞാൻ സുരേഷ് ഗോപിയുടെ ആരാധനയൊന്നുമല്ല, പക്ഷേ വല്ലപ്പോഴും താഴെ വീട്ടിലിരുന്ന് ഞാൻ TV കാണാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചില ആക്ഷൻ ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ആ ഒരു മനോഭാവം ശരിക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവം തന്നെയാണ്
അത് മന്ത്രിയായപ്പോഴും ഉള്ളത് എന്ന് ആണ് എനിക്ക് മനസ്സിലാകുന്നത്. സുരേഷ് ഗോപി അനുകരിക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല. അതിനടുത്തെങ്കിലും എത്താൻ സാധിച്ചാൽ ജനങ്ങൾ ഒത്തിരി പരാതികൾ പരിഹരിക്കാൻ പറ്റും. ജനങ്ങളുടെ പരാതി പരിഹരിക്കുന്നിടത്ത് മാത്രമേ ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്യൂ എന്നുള്ള ഒരു ബോധ്യം ഈ പാർലമെന്റ് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതൊരു മറ്റുള്ളവർക്ക് ഒരു അനുകരണീയ മാതൃകയായിട്ട് കാണുന്നു. പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും മാതൃകയാക്കേണ്ട നടപടിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടേതെന്ന് പരാതിക്കാർ പറയുന്നു. ഈ പാത പിന്തുടർന്നാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ. ജനം, കോട്ടയം. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിലായിരുന്ന മുതിർന്ന BJP നേതാവ് ലാൽകൃഷ്ണ അദ്വാനി വീട്ടിലേക്ക് മടങ്ങി. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിച്ച ശേഷമാണ് ആശുപത്രി വിട്ടതെന്നും എയിംസ് അധികൃതർ അറിയിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു 96-കാരനായ അദ്വാനിയെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത്. മഹാഭാരതത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അല്പസമയത്തിനകം തന്നെ ജനം 2 കാണാം. നമസ്തേ.